ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന ആ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ നേരെ ജോലി കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനെ കൂട്ടാൻ വേണ്ടി വന്നതാട്ടോ. സ്കൂളിലേക്ക് അവന് 3:30-ക്കാണ് ക്ലാസ് കഴിയുക. അപ്പോൾ അതുവരെ ഞാൻ കുറച്ച് നേരം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു മരം കാണില്ലേ, അതിൻ്റെ അവിടെ ഇങ്ങനെ താഴേക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ മഴ പെയ്തുകൊണ്ട് ചെറിയ അഴുക്കൊക്കെ പറ്റിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ ചെറുതായി കരട് പോയിട്ടോ. അത് നല്ല ബുദ്ധിമുട്ടായി, ചൊറിഞ്ഞിട്ട് കണ്ണൊക്കെ റെഡ് കളറായി. 3:30 നേരത്തെ ഞാൻ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ. വല്ലാതെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബാഗും കുടയും എന്നും സ്കൂളിൽ പോയി വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ കുട മറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാതും കൊടുത്തിട്ടുണ്ട്. എന്നെ കണ്ട പാടെ ബാഗും കുടയും കിറ്റൊക്കെ തന്നു. എന്തിന് വാട്ടർ ബോട്ടിൽ വരെ എനിക്ക് തരിക ചെയ്തു കേട്ടോ. പിന്നെ ഓടി കളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരില്ല, നമുക്ക് പൊന്നാനി വരെ എത്താനുള്ളതാണെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ സമാധാനത്തിന് അവിടെ ജസ്റ്റ് ഒന്ന് ഓടിയൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരാണ്ടായത് കേട്ടോ. പിന്നെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വണ്ടി പറിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്താണ് നമ്മൾ സ്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവൻ്റെ ബാഗും കിറ്റും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ പോരാണ്ടായത്. വീട്ടിൽ വന്ന് റെഡിയായി വേഗം നമുക്ക് 4:30 ബസ് കേട്ടോ. പൊന്നാനിക്ക് ത്രൂ ബസ്സാണ് ഒറ്റപ്പാലത്ത് നിന്ന്. ഒരു 3 മണിക്കൂറോളം ഇരിക്കാണ്ട്. പക്ഷേ ആ ബസ്സിൽ പോയാൽ വേഗം 2-2.5 മണിക്കൂറിനുകൊണ്ട് നമുക്ക് അവിടെ എത്താം കേട്ടോ. അപ്പോൾ പോണ നേരത്ത് ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കാറിലാണ് പോയത്. എന്തായാലും വീട്ടിൽ പോണ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ പോകുന്നത്. പിന്നെ സാറ്റർഡേയും സൺഡേ വീട്ടിൽ നിന്ന് മൺഡേ മോർണിംഗ് തിരിച്ച് വരും കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ കയറിയിട്ടോ. കിങ്സ് ബസ്സാണ്, പൊന്നാനിന്നൊക്കെ നേരെ എത്തണ ഒരു ബസ്സാണ് കേട്ടോ. വേറെ എവിടെയും മാറി കയറണ്ട, അല്ലെങ്കിൽ 4-5 ബസ്സൊക്കെ മാറി കയറണം കേട്ടോ. നമ്മുടെ ഓട്ടോ അടക്കമാണ്. പോണ വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, മിഠായിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കലായിരുന്നു അവൻ ബസ്സിൽ പണിയുണ്ടായിരുന്നത്. പിന്നെ പോകുമ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മളൊരു ഷൊർണൂരൊക്കെ എത്തിപ്പിടിക്കും നല്ല മഴയായിട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കാരണം ഞങ്ങൾ ലോങ് സീറ്റിലായിരിക്കും ചെയ്തായിരുന്നു. ഉണ്ണിക്കുട്ടനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ലോങ് സീറ്റിൽ വെച്ചിട്ടാണ് അതിലിരിക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് നേരം മഴയും കണ്ടിങ്ങനെ ഇരുന്നു. എത്ര നേരം വെച്ചിട്ടായിരിക്കുക, ഭയങ്കര ബോറടിയാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കില്ലേ, കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഒരു ഷൊർണൂർ കഴിഞ്ഞ പാടെ അങ്ങനെ നമ്മളൊരു 6-6:45 നമ്മുടെ കുണ്ടുകടവ് ജംഗ്ഷനിലെത്തിയെന്ന് വെച്ചാൽ പൊന്നാനിയിൽ. അങ്ങനെ ഇതാ അനിയനാട്ടോ വിളിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ കാര്യമായിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് പിന്നെ റെയിൻകോട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹെൽമെറ്റ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത് മാത്രമല്ല, കണ്ണന് നമ്മൾ ലൈസൻസ് കിട്ടിയൊരു ദിവസം കൂടിയാണ് കേട്ടോ. 8ാം പാസ്സായ ദിവസം കൂടിയാണ്. അപ്പോൾ അവൻ ആ ഇതിലൊക്കെ എന്നെ വണ്ടിയിൽ വിളിക്കാൻ വന്നതായിരുന്നു കേട്ടോ. അമ്മയാണ് കേട്ടോ പൊതുവെ എന്നെ വിളിക്കാൻ വരാറുണ്ടായിരുന്നു. ആദ്യമായിട്ട് അപ്പോൾ കണ്ണൻ വിളിക്കാൻ വന്നത്. അങ്ങനെ വീടൊക്കെ എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അതാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ അമ്മേനെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മേനെ പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. പിന്നെ അമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിയത് നോക്കാം. ഇവിടെ വന്നാൽ പിന്നെ ഫുൾ ഫിഷിൻ്റെ ഒക്കെ ആയിരിക്കും, ചിക്കനും ഒക്കെ ഉണ്ടാവേ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അമ്മ അത് കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ബിരിയാണി കഴിക്കാൻ മാമനും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ പ്ലേറ്റൊക്കെ എടുത്ത് കഴുകി എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ബിരിയാണി തുറന്ന് കാണിച്ചു തരാം. എന്തായാലും അമ്മയുടെ ബിരിയാണി അടിപൊളി ബിരിയാണി കേട്ടോ. അമ്മ നന്നായിട്ട് വെക്കും. ഇതാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇനി നമുക്ക് ഇത് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് അപ്പം പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് അമ്മ വെച്ച ചെമ്മീൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മ കണ്ണനൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഞാൻ വരുമ്പോൾ മിക്കതും ചിക്കനോ ബീഫോ ഒക്കെ ആയിരിക്കും. പിന്നെ മീൻകറിയൊക്കെ കുടംപുളി ഇട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ അമ്മയുടെ ചെമ്മീൻ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാനിട്ട് കഴിക്കാൻ പോവാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള റോബസ്റ്റ് പഴം, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കിട്ടില്ലെങ്കിലും ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ അമ്മയുടെ റാഗിപ്പൊട്ട് ഇരിക്കുന്നുണ്ട്, സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ നന്നായി ഫ്രൂട്ട്സൊക്കെ കഴിക്കും, അമ്മയ്ക്കുള്ള ഡയറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കൂടി മെയിനായിട്ട് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഉണ്ണിക്കുട്ടന് ഇഷ്ടമുള്ള ഈ റംബൂട്ടാനൊക്കെ പിന്നെ മാങ്ങയൊക്കെ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരട്ടെ. ഞങ്ങൾ വരുന്നതിൻ്റെ ആഘോഷത്തിൽ അമ്മ എന്തൊക്കെയോ മേടിച്ച് വെച്ചുള്ളതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ അതാ നമ്മുടെ ബിരിയാണി അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഭയങ്കര ത്രില്ലായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടായിട്ടോ ബിരിയാണി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വലിയ ബിരിയാണി പറഞ്ഞാൽ ചിക്കനോ അങ്ങനെയൊക്കെ ആവണം, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബിരിയാണി. എന്തായാലും എനിക്കും ഡയറ്റ് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് തന്നെ കഴിച്ചുള്ളൂ കേട്ടോ. രണ്ടാമത് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചോദിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഡയറ്റ് നമ്മൾ തെറ്റിക്കരുതല്ലോ. പിന്നെ അത് അമ്മമ്മയും കുട്ടിയും റംബൂട്ടാൻ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ ചെമ്പകം എൻ്റെ ഫേവറേറ്റാണ്. ഈ മഴ സീസൺ ആകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ചെമ്പകം കിട്ടും കേട്ടോ. ആരെങ്കിലുമൊക്കെ കൊടുന്നേരും. അതൊക്കെ ഒരു വല്ലാത്ത നൊസ്റ്റായിരുന്നു. പിന്നെ ഞാനൊരു റംബൂട്ടാൻ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും അമ്മ അതാ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കേണ്ട ബാക്കിൽ. ഇനി പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പോയിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുക ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.